എൻ്റെ പേര് രത്ന. 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിൽ 6ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഇടുക്കി സിവിൽ സ്റ്റേഷൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഗവൺമെൻറ് സർവീസിൽ കയറുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു. അതിൽ കയറാൻ പറ്റിയതും 1 കൊല്ലം കംപ്ലീറ്റ് ആയതും വളരെ സന്തോഷമുണ്ട്. സ്കൂൾ ടൈമിൽ തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതോടുകൂടി പഠനം PSC സ്റ്റാർട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഈ ഒരു സ്ട്രീമിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഹയർ ലെവൽ ഡിഗ്രി എക്സാംസ് ക്രാക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, ഡിഫൻസ് എക്സാംസ്, അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിലാണ് കോവിഡ് വേവ് വന്ന് എനിക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് വീട്ടിൽ വന്നു. NCERT, SCERT പോലുള്ള ടെക്സ്റ്റുകൾ മാത്രം റെഫർ ചെയ്ത് സെൽഫ് സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ 2021 ജാനുവരി വന്നപ്പം ഒരു 2-3 മന്ത്സിൽ എക്സാം ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് PSCയുടെ ഒരു പാറ്റേൺ മാറ്റി പ്രിലിംസ് മെയിൻസ് എന്നൊരു എക്സാമിലേക്ക് കിടക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ 10th പ്രിലിംസാണ് ആദ്യമായിട്ട് എഴുതുന്ന ഒരു PSC എക്സാം. അതിന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, PSC ഡിമാൻഡ് ചെയ്യുന്നതും എൻ്റെ ഒരു നോളജും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് PSC ഡിമാൻഡ് ചെയ്യുന്നത് എൻ്റെ ആൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു PSC ലെവൽ കോച്ചിങ് എനിക്ക് വേണമെന്ന് അന്നാണ് മനസ്സിലാക്കിയത്. സോ ആ ഒരു പോയിന്റിൽ ഞാൻ കംപ്ലീറ്റ്ലി എൻട്രി ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യായിരുന്നു ചെയ്തത്. പിന്നെ ഡിഗ്രി ലെവൽ ക്ലാസ്സസ് ഫോളോ ചെയ്തതും മോക്ക് ടെസ്റ്റ് എടുത്തതൊക്കെ എൻട്രി ആപ്പിൽ തന്നെയാണ്. ബിയർലി ലെക്ക് എന്ന് പറയാം. എന്തോ സെക്കൻഡ് വേവ് കോഡ് വന്നിട്ട് എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ എനിക്കൊരു 3 or 4 മന്ത്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. ടോട്ടലി ഒരു 7 മന്ത് പ്രിപ്പറേഷന് കിട്ടി സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിന് പഠിക്കാൻ വേണ്ടി. ഈ കംപ്ലീറ്റ്ലി ആ ടൈമിൽ ആ ഒരു 6 or 7 മന്ത്സ് എൻട്രീനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. റെഗുലറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. നോട്ട്സ് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുമായിരുന്നു. സെൽഫായിട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് ടൈം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, എൻട്രിയിലെ സ്ലൈഡ്സ് അവൈലബിൾ ആയിരുന്നതുകൊണ്ട്. സോ അത് കൃത്യമായിട്ട് ടൈം ടേബിൾ ഇട്ട് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ PSC എന്നൊരു ചോയ്സിലേക്ക് വരുന്നത്. PSCയുടെ പാറ്റേൺ മൊത്തത്തിൽ മറന്നുകൊണ്ട് തന്നെ 10th +2 ലെവൽ എക്സാം തന്നെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യുക ആ ഒരു ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പാറ്റേൺ മാറി, പുതിയൊരു സിലബസ് ആഡ് ചെയ്തു, പുതിയ ടോപ്പിക്സ് വന്നു. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ സോർട്ട് ചെയ്തെടുത്തപ്പോഴാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം എന്ന് മനസ്സിലായി. അതിന് നമുക്ക് SCERT, NCERT പോലുള്ള ബേസിക് ആദ്യം നമുക്കത് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെയുള്ള ബേസിക് ടെക്സ്റ്റായ പൊളിറ്റി സബ്ജക്റ്റിന് ലക്ഷ്മികാന്ത്, ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ RS സർഗാവൻ ടെക്സ്റ്റ്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത്. അപ്പം NCERT ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ടെക്സ്റ്റ് റെഫർ ചെയ്തു ആ ഒരു പാറ്റേൺ കൊണ്ടുപോയി. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഫുൾ ടൈം ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അത് രാവിലെ 6 മണി തൊട്ട് ഒരു 10 മണി വരെയാണ് ഞാൻ സ്റ്റഡി ടൈം. ഞാൻ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഫുൾ ഡേ പഠിച്ചിരിക്കും. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും. കാരണം ഇംഗ്ലീഷ് എൻ്റെ ഒരു വീക്ക് ഏരിയ ആണ്. സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലാണെങ്കിലും എനിക്കൊരു വീക്ക് ഏരിയ ആയിരുന്നു. അത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. മാത്സ് PSC ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻട്രിയുടെ നോട്ട്സ് വെച്ച് കൃത്യമായിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും മാത്സിന് ഇൻവെസ്റ്റ് ചെയ്യും. ഡെയിലി ഇംഗ്ലീഷിന് ഒരു 1 hour ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ മലയാളത്തിന് ഒരു ½ hour ഇൻവെസ്റ്റ് ചെയ്യും. എന്താ നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ആ ഏരിയയിൽ നിന്ന് തന്നെ പറ്റുമായിരുന്നു. പൊളിറ്റി എക്കണോമിക്സും ഒരു ബേസിക് NCERTന്ന് കിട്ടി, ലക്ഷ്മികാന്ത് വായിച്ച് കിട്ടിയത് കൊണ്ട് അത് ഞാൻ ആ ഒരു എക്സാം അടുക്കാറാകുമ്പോൾ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതായിരുന്നു അത് ധാരണ. പിന്നെ എനിക്ക് വീക്കായിട്ടുള്ള ഏരിയ ഹിസ്റ്ററി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് ഞാൻ NCERT പഠിച്ച് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി ശേഷം എൻട്രിയുടെ നോട്ട് വെച്ച് ബാക്കി പഠിക്കുകയായിരുന്നു. പിന്നെ ടെലഗ്രാം ചാനലിലൊക്കെ നമുക്ക് പോൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എത്ര പേര് പഠിച്ചു, എത്ര നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പോൾസൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മളത് ഫോളോ ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്താൽ 3 കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പഠിച്ച് സ്റ്റെപ്പായി. ഈ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും. 10 8 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ തന്നെ ഞാൻ പഠിച്ചത്. പിന്നെ കമ്പ്യൂട്ടർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻട്രിയുടെ നോട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത്. എനിക്ക് വേറെ മെറ്റീരിയലോ സോഴ്സോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് അതിനെ ഫോക്കസ് ചെയ്തു. പിന്നെ
സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് നമുക്ക് മെയിൻസിനായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായിരുന്നു. അപ്പം പ്രിലിംസ് എനിക്കൊരു ചാലഞ്ചിങ് ആയത് സയൻസ് ആൻഡ് ടെക്നോളജി വന്നതാണ്. അത് ഞാൻ ഗവൺമെൻറ് സൈറ്റ്, ഇപ്പോൾ ISRO പോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് സൈറ്റ് തന്നെ, ഒഫീഷ്യൽ സൈറ്റ്, ഇപ്പോൾ WHO സൈറ്റ്, അങ്ങനെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ ഫോളോ ചെയ്താണ് അവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള GK പഠിക്കാനായിട്ട് ഒരു 2 hours, ഒരു സബ്ജക്റ്റിന് മാത്രമേ 2 hours ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ഒരു ഡെയിലി റൂട്ടീൻ എടുത്തു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ 2 GK സബ്ജക്റ്റ്. അത് എയ്തർ ഹിസ്റ്ററി ഒരു 2 hour, പിന്നെ ഒരു IT എക്കണോമിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു GK സബ്ജക്റ്റ്. ഇങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു ബേസ് ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ഞാൻ എക്സാംസ് എടുത്ത് തുടങ്ങിയത്. ആദ്യം തന്നെ എക്സാം എടുത്താൽ എനിക്ക് അതിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു ബേസ് ആയെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എക്സാംസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തു തുടങ്ങി. അത് ഡെയിലി ചെയ്യുമായിരുന്നു. ഒരു 1 hour എങ്കിലും എക്സാമിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. പിന്നെ വീക്കിലി നമ്മളെടുത്ത റിവിഷൻ, നമ്മൾ എന്ത് പഠിക്കുന്നോ അതിന് റിവൈസ് ചെയ്യണം, മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു 1 month കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ വീക്കിലി എന്ത് നമ്മൾ പഠിച്ചു, 5 ദിവസം എന്ത് പഠിച്ചു എന്നുള്ളത് 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം മസ്റ്റായിട്ട് ഞാൻ റിവൈസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു പ്രിലിംസ് എക്സാമിന് നല്ലൊരു മാർക്കോടുകൂടി, അത്രയും 60 above എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു ഡിഗ്രി പ്രിലിംസിന്. പക്ഷേ സെക്രട്ടറിക്ക് കട്ട് ഓഫ് 48 മറ്റേ വന്നുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ഡെയിലി പഠിച്ചു. അതും ഒരു 8 hours മിനിമം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഡിഗ്രി ലെവല് ആ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആശ്രയം. അപ്പം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ക്ലാസ് കിട്ടുക എന്നുള്ളത് എൻട്രി ആപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമുക്ക് ഒത്തിരി ഫീസ് അല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എൻട്രി തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ എൻട്രി എടുക്കുന്നത്. പക്ഷേ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം കേട്ട് ഞാൻ അതുമായിട്ട് അഡാപ്റ്റായി, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത്. എൻട്രിയിലെ നോട്ട്സ്, നമുക്ക് നോട്ട് മേക്കിംഗ് എന്നൊരു ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും ടൈം വേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻട്രിയിൽ ഉണ്ടായിരുന്ന സ്ലൈഡ്സ് അത് ഹെൽപ്ഫുള്ളായി. അത് ഡൗൺലോഡ് ചെയ്ത് മാത്രം ജസ്റ്റ് വായിച്ചാൽ മതി. നോട്ട് മേക്കിങ്ങിൻ്റെ ടൈം നമുക്ക് അത് വേസ്റ്റ് ചെയ്യേണ്ട. അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ്, അത് ഒരു ക്ലാസ് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ക്വിസ് നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻട്രി പിന്നെയും കണ്ടിന്യൂ ചെയ്യാനാണ് നമുക്ക് തോന്നുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ക്വിസ് എടുക്കുക, നമ്മളെ എത്രമാത്രം നമ്മൾ പഠിച്ചു എന്നറിയാൻ, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. മോഡൽ എക്സാംസ് ആ ഒരു ഡിഗ്രി ലെവൽ ഭയങ്കരമായിട്ട് നമുക്ക് ഹയർ ലെവൽ എക്സാംസിന് എത്രമാത്രം നമ്മൾ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോഡൽ എക്സാംസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെടുക്കുമ്പോൾ തന്നെ ആദ്യമൊക്കെ കോൺഫിഡൻസ് ലൂസ് ആവുമായിരുന്നു ചെയ്തത്. ഞാൻ ഒന്നും എത്തിയില്ല, എവിടെ എത്തിയില്ല, ഒന്നും പഠിച്ചില്ല, ഇത്രയും കാര്യങ്ങൾ. പക്ഷെ അത് ഒരു മോട്ടിവേഷനാണ്. നമ്മൾ ഇത്ര എത്തിയുള്ളൂ, ഇനിയും പഠിക്കണം. അപ്പോൾ പിന്നെയും നമ്മൾ കുറേ കൂടി ഇൻവെസ്റ്റ് ചെയ്യും, ക്ലാസ്സസ് പിന്നെയും കേൾക്കും, അല്ലെങ്കിൽ വേറെ നോട്ട്സ് ഒന്നും കൂടെ വായിക്കും, റിവൈസ് ചെയ്യും. പിന്നെ അത് ഇമ്പ്രൂവ് ആയി. നമ്മുടെ ആ ഇമ്പ്രൂവ്മെന്റ് നമുക്കത് ആ ഒരു ടെസ്റ്റ് അല്ല, മോഡൽ എക്സാമിലൂടെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളത്, ഇത് കംപ്ലീറ്റ് നമുക്കൊരു ഹാപ്പി ഫേസ് ആയിരിക്കില്ല. ഒരു ലോങ് ജേണിയാണ്. പ്രിലിംസ്, മെയിൻസ് ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും ഒരു മിനിമം 2 year എങ്കിലും നമുക്ക് ആ ഒരു ജേണിയിൽ തന്നെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഹാപ്പി ഫേസ് അല്ല. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്ന് പറയുന്നതിലും കാര്യമില്ല. പക്ഷേ നമുക്ക് ആക്റ്റീവ് ഫേസ് ഉണ്ടാവും, പാസീവ് ഫേസ് ഉണ്ടാവും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചൂടുണ്ടാവും. പക്ഷേ കുറച്ച് നാൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ മടുക്കും, ടയേർഡാവും, നമ്മുടെ മെൻ്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ അനുവദിക്കില്ല. അപ്പം അങ്ങനെ ഒരു പാസീവ് ഫേസ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട്, നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു ഫേസ് ഉണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ആയി പിന്നെയും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പം അത് ഹാർഡ് വർക്കിലൂടെയും പിന്നെ കൺസിസ്റ്റൻസിയിലൂടെയും നമുക്ക് നേടാൻ പറ്റും എന്നാണ് എനിക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്. പിന്നെ അവർ മാത്രം പോരാ, നമുക്കിത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനൊരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് കിട്ടണം. എനിക്ക് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ നിൽക്കുന്നത്. അതിന് എനിക്ക് ആ ഒരു ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കാനായിട്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് അവരാണ്. ആ ഒരു കോൺഫിഡൻസ് തന്നതും ഞാൻ ഡൗൺ ആവുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതും ഈ ഫാമിലിയാണ്. അപ്പോൾ അതുപോലൊരു ആംബിയൻസ് മറ്റുള്ളവർക്ക്, ആ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആ ഫാമിലി മെമ്പേഴ്സിനോടും കൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. കറൻ്റ്ലി LSJSന്റെ പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലെത്തിയെന്ന് നമുക്കറിയാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഓൾ ദ ബെസ്റ്റ്.